നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങ കൊണ്ടുള്ളൊരു ഫുഡിങ്ങാണ്. മാങ്ങക്കലല് ഒറ്റ മാങ്ങയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മാങ്ങ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മാങ്ങയ്ക്ക് ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് ഇടാം, അല്ലെങ്കിൽ കോൺഫ്ലവർ ഇടാം. ഞാൻ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം മിക്സാക്കി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മാങ്ങയും മിക്സാക്കാം. അതേപോലെ തേങ്ങാപ്പാലും നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലും മാങ്ങയെല്ലാം ഒന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. മാങ്ങക്കാലയിൽ എല്ലാവരും ഈ ഫുഡിങ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനെല്ലാം കൂടി മിക്സാക്കിയ ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാലുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി മിക്സാക്കി കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം മിക്സാക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇനി നമുക്കിതിലേക്ക് വെല്ലം വേണം. ഞാൻ ഒരാണി വെല്ലാണ് കുറുക്കി വെച്ച് അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കാം. പിന്നെ ഏലക്കായ് പൊടിച്ചത് വേണം, നട്ട്സ് വേണം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള നട്ട്സ് എന്തും ഇടാം. പിന്നെ ഞാൻ വെളുത്ത എല്ലാം ഇട്ട് നല്ലോണം കുറുകി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് വെക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലാണ് ഇടേണ്ടത്. ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ തൂവി അതിലേക്ക് എള്ളും നമ്മുടെ നട്ട്സൊക്കെ ഇട്ട് അവിടെ മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. അങ്ങനെ നമ്മുടെ ബാറ്ററി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി റെഡിയായി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. തണുപ്പ് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, അല്ലാത്തവർക്കും ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡിങ്ങാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം തണുത്തിരുന്നു. അങ്ങനെ നമ്മുടെ മാങ്ങ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മാങ്ങ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി, അതാണ് നമ്മുടെ മാങ്ങ പുഡിങ് മുറിക്കുന്നതും കാണാൻ പറ്റാത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.